ഹലോ ട്രേഡേഴ്സ്, ഞാൻ വയലോരം ട്രേഡർ. ഇത് ETH/USD ചാർട്ടാണ്. ഡെയിലി എല്ലാ ദിവസവും 2 സമയം മാർക്കറ്റ് ലിക്വിഡിറ്റി ആവാറുണ്ട്. അതായത് പകലിലെ ഒരു സമയവും രാത്രിയിലെ ഒരു സമയവും എന്താകാറുണ്ട്, ലിക്വിഡിറ്റി ആവാറുണ്ട്. ആ ലിക്വിഡിറ്റി ആകുന്ന ആ സമയത്തിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് കണ്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണത്. അതായത് ആ സമയത്തിൻ്റെ ലിക്വിഡിറ്റിയുടെ ഹൈ ലിക്വിഡിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ ലോ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി മാർക്കറ്റ് പോകും. കൂടുതലും ഒരു 90% എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. ഇപ്പോൾ ഒരു 10 ട്രേഡൊക്കെ ചെയ്യുകയാണെങ്കിൽ 8 എണ്ണം എന്തായാലും TP ആയിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ആ സമയം ഏതാണെന്നല്ല, പകലിൽ എപ്പോഴാണ്, രാത്രി എപ്പോഴാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. അതൊക്കെ ഞാൻ പറയും. അത് പറയണമെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ അത് ഞാൻ വെളിപ്പെടുത്തുകയുള്ളൂ. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യണതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് 2 എൻട്രിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു എൻട്രി കിട്ടി, പിന്നെ അതേപോലെ തന്നെ വീണ്ടും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു എൻട്രി കിട്ടി. അതായത് അവിടെ ഒരു FEG ഉണ്ടായിരുന്നു. ആ FEGൻ്റെ നടുവിൽ, FEGൻ്റെ 50% ഇത് വന്നപ്പോൾ പ്രൈസ്, ആ 50%ലേക്ക് പ്രൈസ് വന്നപ്പോഴാണ് ഞാൻ ആ എൻട്രി എടുത്തത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡുകളിലെല്ലാം ടാർഗറ്റ് കുറച്ച് തോനെ, അതായത് 1:, ചിലപ്പോൾ 1:9 അല്ലെങ്കിൽ 1:4 ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ എടുക്കാറുള്ളത് 1:2 ആണ്. അത് മതി. അതാവുമ്പോൾ കൂടുതലും നമുക്ക് TP അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓവറായിട്ട് റിസ്ക് റിവാർഡ് വെക്കുമ്പോൾ നല്ലത് തന്നെയാണ്, പക്ഷേ അതിനെക്കാട്ടി ഒന്നും കൂടെ നല്ലത് റിസ്ക് റിവാർഡ് കുറച്ച് 1:2 എടുക്കലാണ്. അപ്പോൾ നമ്മുടെ ട്രേഡ് എന്ത് ചെയ്യും, വിജയിക്കും. അങ്ങനെ ഞാനിവിടെ 2 ട്രേഡ് എടുത്തിട്ടുണ്ട്. രണ്ടും TP അടിച്ചിട്ടുണ്ട്. ഒന്ന് അടിയിലാണ്, ഒന്നും കൂടെ അടിയിലേക്ക് വരണം. പക്ഷേ അത് അടിയിലേക്ക് വരാൻ കാത്തുനിന്നിട്ടില്ല. നമ്മളെടുത്ത രണ്ടാമത്തെ ട്രേഡ് തന്നെ 1:2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡൊന്നും എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും പഠിക്കണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.